ഫാമിലി ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം. അതായത് സക്സഷൻ പ്ലാനിങ്. നമ്മുടെ പിന്തുടർച്ചാവകാശിയെ കണ്ടുപിടിക്കുന്നു. ആ അവകാശിക്ക് നമ്മൾ കൊണ്ടുനടന്ന ബിസിനസ്സോ വെൽത്തോ ഏൽപ്പിക്കുന്നു. സിമ്പിൾ. പക്ഷേ ഇത്രയും ചലഞ്ചിങ്ങും കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ഫാമിലി ബിസിനസ്സിൽ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാരും ഈ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച് ഉണ്ടെന്ന് അവർക്കറിയാം. പക്ഷേ അവർ കണ്ണടയ്ക്കും അതിലേക്ക്. കാരണം ഇത് ബാക്കിയുള്ളൊരു ബിസിനസ് തീരുമാനം എടുക്കുന്ന പോലെയോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ബിസിനസ്സുമായിട്ട് ചെയ്യുന്ന പോലെയല്ല. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ വളരെ ആഗ്രഹിച്ച് വർഷങ്ങളോളം വർക്ക് ചെയ്ത് 25, 30, 40 വർഷമൊക്കെ വർക്ക് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനത്തിനെയോ നമ്മുടെ വെൽത്തിനെയോ നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റേതായ പല കാരണങ്ങൾ കൊണ്ടും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിനോടുള്ള ഒരു 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 അങ്ങോട്ട് എത്താനുള്ള ഒരു മടി ഇതെല്ലാം കാണും. പക്ഷേ ഇത് ഇന്നല്ലെങ്കിൽ നാളെ എത്തും എന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനോടൊരു വിമുഖത കാണിക്കുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ ചലഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സക്സഷൻ പ്ലാനിങ്ങിൽ 2 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സക്സസർക്ക് കൊടുക്കണം, പിന്തുടർച്ചയ്ക്ക് കൊടുക്കണം. 1 നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റ്, 2 നമ്മുടെ വെൽത്ത്. ഇത് രണ്ടും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷേ എപ്പോൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അത് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാലോചിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങളെവിടെ നിൽക്കുന്നു, നമ്മളതിനെപ്പറ്റി കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിക്കാറായോ? ഇനി ആലോചിക്കാറായില്ലെങ്കിൽ പോലും എന്തെങ്കിലും പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടോ? ഇനി ആലോചിക്കേണ്ട സമയം കഴിഞ്ഞോ? നമ്മളങ്ങനെയാണെങ്കിൽ നമ്മളെവിടെ നിൽക്കുന്നു, ആരാണ് നമുക്ക് ശേഷം ഈ ബിസിനസ് നടത്താൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ വെൽത്ത് ആരാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്? അത് അടുത്ത അവകാശി തന്നെയാണ് ചെയ്യേണ്ടത്. അവകാശി അതിന് റെഡിയാണോ? അവകാശി ഏൽപ്പിക്കുന്നത് സേഫാണോ? ഇതിൻ്റെ അകത്തും വളരെ ദുഃഖകരമായ കാര്യങ്ങളുണ്ട്. വളരെ വെൽ എഡ്യൂക്കേറ്റഡ്, വളരെ ഹൈ എൻഡിലിരിക്കുന്ന, നന്നായിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഓണേഴ്സുമായിട്ടും ഡയറക്ടേഴ്സുമായിട്ടും മാനേജിങ് ഡയറക്ടേഴ്സുമായിട്ടും സംസാരിക്കുമ്പോൾ അവർ വളരെ ഖേദകരമായിട്ട് തന്നെ പറയാറുണ്ട്, അത് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് മക്കൾക്ക് നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അവരതിന് കേപ്പബിൾ അല്ല. ഇതൊക്കെ വളരെ സാഡ് സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു തിങ്കിങ് തന്നെ വരണത്. എന്തായാലും കേപ്പബിൾ അല്ലെങ്കിൽ അത് കേപ്പബിളാക്കി എടുക്കുക, അല്ലെങ്കിൽ കേപ്പബിളായിട്ടുള്ള ആൾക്കാർ ഇത് ഏൽപ്പിക്കാനുള്ള ശ്രദ്ധ പോലും സീരിയസ്നെസ് പോലും ഇല്ല എങ്കിൽ ഈ ബിസിനസ് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതെങ്ങനെ പോയി നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്മുടെ സക്സഷൻ റേറ്റ് 30%, 15%, 4% ഒക്കെ ഉള്ളൂ ജനറേഷൻസ് മാറി വരുമ്പോൾ. ഇത് സമയാസമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യണം, ഐഡിയലായിട്ട് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ സക്സസർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ മക്കളെയോ ഒക്കെയാണ് സാധാരണ വരുന്നത്. അല്ലാത്തൊരു സക്സസ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ടേക്ക് ഓവറോ അല്ലെങ്കിൽ മേജറോ ഒക്കെ ആയിട്ടോ പോകാൻ സാധ്യത അല്ല. നമ്മുടെ തലമുറയ്ക്ക് തന്നെ ഒരു കൈമാറണം. ഞാൻ ബിസിനസ്സിനെ പറ്റിയാണ് പറയുന്നത്, വെൽത്തിനെ പറ്റിയല്ല. അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് കൺസേൺ, അത് എംപ്ലോയീസും സ്റ്റാഫും ബിസിനസ് പ്രസൻസും ഇതെല്ലാം ഉള്ള ഒരു ഓർഗനൈസേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എങ്ങനെ അടുത്ത തലമുറയെ ഇതെങ്ങനെ തയ്യാറെടുപ്പിക്കാം എന്നുള്ള കുറച്ച് പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. അതിനൊരു നിയമമുണ്ട്. വീണ്ടും അത് വളരെ ഒരു സയൻസ് പോലെ തന്നെയാണ്. ഇതല്ലാണ്ട് വേറൊരു വഴി ഇതിൻ്റെ അകത്തുണ്ട് എന്ന് തോന്നുന്നില്ല, ഈ റൂട്ടല്ലാണ്ട്. ഈ റൂട്ടിൽ പല ഡൈവേഴ്സിഫിക്കേഷനും അല്ലെങ്കിൽ പല ചേഞ്ചസും പല ഈഫും ബഡും ഒക്കെ വരാം. ബട്ട് സ്റ്റിൽ ഇതാണ് അതിൻ്റെ രീതി. നമ്മളെന്താണ് ആദ്യം ചെയ്യേണ്ടത്? ആ സ്ഥാപനത്തിലേക്ക് നമ്മൾ അടുത്ത തലമുറയെ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അവരെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യണം, ബിസിനസ്സിലേക്ക്. ഈ ബിസിനസ്സിലേക്കുള്ള താല്പര്യം അവരിൽ വരുത്തണം. കാരണം ഇപ്പോൾ ഫാദറിനെ പോലെ തന്നെ ആയിരിക്കണമെന്നില്ല സണ്ണോ ഡോട്ടറോ. അവരുടെ ഇൻട്രസ്റ്റുകൾ വേറെ ആയിരിക്കാം, തിങ്കിങ് വേറെ ആയിരിക്കാം, അവരുടെ ഐഡിയാസ് വേറെ ആയിരിക്കാം. ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. അതിനും നമുക്കൊരു സ്പേസ് ഉണ്ട്, അതിനൊരു വഴിയുണ്ട്. പക്ഷെ എന്നാൽ ഇത് അട്രാക്റ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? അട്രാക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെറുപ്പത്തിലേ മുതൽ തന്നെ ഇവരെ ഓഫീസുകളിൽ കൊണ്ടുവരിക. അവരെ നമ്മളെടുക്കുന്ന അവർക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന രീതിയിലുള്ള
കാര്യങ്ങളിലേക്ക് കൊണ്ടുവരിക. ഈ കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ അധികം പ്രോബ്ലംസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്ട് നല്ലൊരു ചലഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അത് ഡിസ്കസ് ചെയ്യുക. എത്ര ചെറുതാണെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. ആ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അവരെ എൻകറേജ് ചെയ്യുക. പല സമയത്തും നമ്മൾ ബിസിനസ് ടൂറുകളിലോ ഒക്കെ കുട്ടികളെയൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ അവരുടെ ഒരു ഐഡിയ ഓൾറെഡി അവരുടെ ഫ്രണ്ട്സ് വഴിയോ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു പോക്കറ്റ് വഴി അവർക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് പയ്യെ ഇങ്ങോട്ട് വന്നോളും. കാരണം അവർ പോയി എന്തെല്ലാം ബിസിനസ് ചെയ്താലും എവിടെയെല്ലാം ജോലി ചെയ്താലും ഈ പ്ലാറ്റ്ഫോം പോലെ ഒരു പ്ലാറ്റ്ഫോം ഒരിക്കലും അവർക്ക് ലൈഫ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലായി കഴിയുമ്പോൾ അവർ ഇതിൻ്റെ അകത്തേക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ദെൻ ആ കൂട്ടത്തിൽ തന്നെ എഡ്യൂക്കേഷൻ, നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വേണം അവരെ വിടാനായിട്ട്. അതുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിങ്ങോ ഡിജിറ്റലോ അല്ല അക്കൗണ്ടൻസിയോ കോസ്റ്റിങ്ങോ മാനേജ്മെൻറ്റ് വട്ട് എവർ മേ ബി, ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യലൈസ്ഡ് അവർക്ക് കിട്ടണം. പ്രോഡക്റ്റിനെ പറ്റിയോ അതിൻ്റെ ആ സൈക്കിളിനെ പറ്റിയോ. അത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഫാദറോ അത് തുടങ്ങിക്കഴിയുമ്പോൾ അവരതിൻ്റെ അകത്ത് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. അവർ ഒരേ സ്റ്റേജിലും അവർ വളരെ ഇൻവോൾവ് ആയിട്ടാണ് ഇത് വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ പുതിയ ആൾക്ക് എന്തായാലും ആ സ്റ്റേജിൽ പോകാൻ പറ്റില്ല, കാരണം ആ സ്റ്റേജ് കഴിഞ്ഞു. ഇനി വീണ്ടും അവിടെ നമുക്ക് തുടങ്ങാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞു. ഈ ലെവലിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ എന്താ നടന്നതെന്നെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു നോളജും ഈ പ്രോസസ്സിനെ പറ്റിയുള്ള നോളജും തീർച്ചയായിട്ടും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്ക് വേണം അവരെ എഡ്യൂക്കേഷൻ ബേസിക് എഡ്യൂക്കേഷൻ വഴി വിടാനായിട്ട്. ഇനിയിപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യുന്നു, അവർ താല്പര്യം കാണിക്കുന്നു, പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വേണ്ട സമയത്ത് അവർ ഇൻഡക്റ്റ് ചെയ്യുന്നു, നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അത് കൊണ്ടുവരുമ്പോൾ വീണ്ടും ഒത്തിരി കഥകൾ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അത് എവിടെ കൊണ്ടുവരണം, എങ്ങനെ ആ ബിസിനസ് സൈക്കിളിൽ ചേർക്കണം എന്നൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇപ്പോൾ 1-2 കേസിൽ എൻ്റെ മനസ്സിൽ കണ്ടത്, മക്കളുടെ ഇത് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ആദ്യം പഠിത്തം കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം ബുക്ക് ചെയ്യണത് കാറാണ്. ക്യാബിൻ, സെക്രട്ടറി, എല്ലാ സെറ്റപ്പും അവർ നേരെ ക്യാബിനിലേക്ക് കയറ്റിയിരുത്തും. ആ ഒരു പ്രോസസ്സിൽ വിജയിക്കുമെന്ന് തോന്നണുണ്ടോ? ക്യാബിൻ ലാസ്റ്റ് ആയിരിക്കണം. അതുവരെ ഒരു സാധാരണ ഒരു എംപ്ലോയി അവിടെ എങ്ങനെ ജോയിൻ ചെയ്യുന്നു, ഒരു ഓഫീസർ, ഒരു മാനേജ്മെൻറ്റ് ട്രെയിനി, മുകളിലേക്ക് എത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ട്രെയിനി എങ്ങനെ ജോയിൻ ചെയ്യുന്നു, അങ്ങനെ വേണം അവിടെ ജോയിൻ ചെയ്യിക്കാനായിട്ട്. ഈ ആ ഓരോ പ്രോസസ്സും പഠിച്ച് അവിടെ ഒരു ടെസ്റ്റോ എന്തെങ്കിലുമൊക്കെ നടത്തി അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി ഒരു സൈക്കിളിൽ 1 ഇയറോ 1.5 ഇയറോ സൈക്കിളിൽ ദെൻ മാർക്കറ്റിൽ ഇടണം, സെയിൽസിൽ വിടണം. ഈ പ്രോസസ്സിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇയാൾ മകനായതുകൊണ്ടാണോ ഇങ്ങോട്ട് വരണത്, അല്ല അയാൾക്കല്ലെങ്കിൽ ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ്. ഇതില്ലെങ്കിൽ പോലും അവർ എലിജിബിൾ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ കസേരയിലേക്ക് ഇരുത്താവുള്ളൂ. അത് എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് പറയണം. ഫാദർ ഇരിക്കുന്ന ചെയറിൽ ഇരുന്നുകൊണ്ട് ഈ ബിസിനസ് വീണ്ടും ഇന്നോവേറ്റീവ് ഐഡിയാസും പ്ലാൻസും വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തൊക്കെയുള്ള കഴിവ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ആക്കിയില്ല എങ്കിൽ ഈ പ്രോസസ്സ് ഒരു ഉദ്ദേശിച്ച ഫലം കിട്ടണം എന്നില്ല. അപ്പോൾ ജനറേഷൻസ് മാറുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദെൻ എന്തായാലും ആ പ്രോസസ്സ് എന്താണെന്ന് ഞാനത് പറയാം, എന്നിട്ട് പിന്നെ ബാക്കി സബ് കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ദെൻ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നു, ഇൻഡക്റ്റ് ചെയ്യുന്നു, 2 പേരും കൂടി ആ ബിസിനസ് ഓടിക്കുന്നു, റണ്ണിങ് ടുഗദർ. അപ്പോൾ ആ കറക്റ്റ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ആ സക്സസർക്ക് വരാൻ പോണ ആൾക്ക് കൊടുക്കുക. ഇവർ മോണിറ്റർ ചെയ്യുക, അഭിപ്രായങ്ങൾ ചോദിക്കുക, ഒന്നിച്ചിരുന്ന് ഡിസിഷൻസ് എടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് പയ്യെ ഇത് ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഹാൻഡ് ഓവർ ചെയ്യുക എന്നാണ്. അപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്നു, ഇൻഡക്റ്റ് ചെയ്യുന്നു, റണ്ണിങ് ടുഗദർ, ദെൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഈ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്തും നമ്മൾ എൻഷുർ ചെയ്യണം നമ്മൾ ആ എക്സ്പെക്റ്റഡ് പൊസിഷനിൽ, ആ ലെവലിൽ, ആ എക്സ്പെക്റ്റേഷനിൽ ഇൻ ഡിഫറെൻ്റ് ആംഗിൾ, മച്യൂരിറ്റി, ആറ്റിറ്റ്യൂഡ്, PR സ്കിൽസ്, വാട്സറ്റ് എംപ്ലോയീസിനോടുള്ള പെരുമാറ്റങ്ങൾ, പബ്ലിക്കുമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ഫാദർ എങ്ങനെ ഇത് വളർത്തിക്കൊണ്ട് വന്നോ അതേ കൾച്ചർ, അതേ ഒരു വാല്യൂ സിസ്റ്റം അടുത്ത സക്സസർക്ക് ഉണ്ടായി എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഇത് ഹാൻഡ് ഓവർ ചെയ്യാവുള്ളൂ. പല കേസിലും ഹാൻഡ് ഓവർ ചെയ്തിട്ട് തിരിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാത്തതാണ് അതിന് കാരണം. അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്, അത് എത്തി, ആ ഒരു സീസണിങ് എത്തി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് പ്രശ്നങ്ങളിലെത്തിക്കാം. ദെൻ
ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വീട്ടിൽ പോയിരിക്കുകയല്ല വേണ്ടേ. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റേ കണക്റ്റഡ്. നമ്മളെപ്പോഴും അതുമായിട്ടൊരു കണക്ഷൻ വേണം. നമ്മൾ ഇടയ്ക്ക് 1-2 മണിക്കൂറോ ഒക്കെ ഓഫീസിൽ വരിക, നോക്കുക, അന്വേഷിക്കുക എങ്ങനെ കാര്യങ്ങൾ പോകുന്നു, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഇത്രയൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻഷുർ ചെയ്യാൻ പറ്റും ഇത് പിന്നെ വരുന്നു എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോസസ്സിലൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. കാരണം ഈ വരുന്ന സക്സസറും കമ്പ്യൂട്ടറും അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ലല്ലോ. മീൻസ് ഒരു മിഷനൊന്നും അല്ല, മനുഷ്യനല്ലേ. അപ്പോൾ പുള്ളി പഠിച്ചത്, പുള്ളിയുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പുള്ളിയുടെ സ്പൗസ് ഉണ്ട്, ഈ സ്പൗസ്, അവരുടെ വീട്ടുകാർ, ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസോട് കൂടിയായിരിക്കും ഇങ്ങോട്ട് വരണം. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാണ്ട് നോക്കുക. ഉണ്ടായാൽ അത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്ത് അത് സോർട്ട് ചെയ്യാവുന്ന ഒരു ഫോറവും ഉണ്ടാക്കി തരിക. ഇപ്പോൾ തന്നെ ആ മോഡലിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ കൂടി അവർക്ക് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.